വാസ്തുശാസ്ത്ര പ്രകാരം ഒരു വീടിന് 8 ദിക്കുകളാണുള്ളത്. ആ 8 ദിക്കുകളിൽ വെച്ച് ഏറ്റവും സെൻസിറ്റീവായ, ഏറ്റവും ശ്രദ്ധിക്കേണ്ട ദിക്കാണ് വീടിന്റെ തെക്ക് ദിക്ക് അഥവാ തെക്കുവശം എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഈ 8 ദിക്കുകൾക്കും ഓരോ അധിപനുണ്ട്, ഓരോ ദേവന്മാര് അധിപനായിട്ട് വരുന്നുണ്ട്. എന്നാൽ തെക്ക് ദിക്കിന്റെ അധിപൻ എന്ന് പറയുന്നത് സാക്ഷാൽ യമദേവനാണ്. അതായത് കാലൻ അധിപനായിരിക്കുന്ന ദിക്കാണ് വീടിന്റെ തെക്ക് ദിക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത്, ഒരു വീടിന്റെ വാസ്തു നോക്കുന്ന സമയത്ത് ഏറ്റവും അധികം പ്രാധാന്യം തെക്ക് ദിക്കിന് നൽകുന്നത്. ബാക്കിയെല്ലാം നല്ലതാണ്, ഒരു വീടിന്റെയും പുരയിടത്തിന്റെയും സ്ഥിതിയും വാസ്തുവും എല്ലാം പെർഫെക്റ്റ് ആണ്. പക്ഷേ തെക്ക് ദിക്കിൽ ദോഷം നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി എന്തെന്ന് പറഞ്ഞാലും ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ആ സുഖങ്ങളോ സന്തോഷങ്ങളോ അനുഭവിക്കാനുള്ള യോഗമുണ്ടാകില്ല എന്നുള്ളതാണ്. അത്രയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള വാസ്തുവിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ദിക്കാണ് ഈ തെക്ക് ദിക്ക് എന്ന് പറയുന്നത്. തെക്ക് ദിക്കിനെ പറ്റി പറയുമ്പം നമ്മുടെ ഒക്കെ വീടുകളിൽ നോക്കാമെങ്കിൽ തെക്ക് ഭാഗത്ത് ഒരു ജനൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വാസ്തുവിൽ ഈ ജനലിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, തെക്ക് ഭാഗത്ത്, അത് മുറികളിലായിക്കൊള്ളട്ടെ, ഹാളിലായിക്കൊള്ളട്ടെ, എവിടെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ വീടിന്റെ തെക്ക് വശത്ത് ഒരു ജനലുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. വാസ്തുപ്രകാരം ആ ഒരു ജനലിനെ ചില രീതിയിൽ പരിപാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിലാണ് നമുക്ക് എല്ലാ രീതിയിലുള്ള ഉയർച്ചകൾ വന്നു ചേരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിലാണ് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ദോഷങ്ങൾ നമുക്ക് ഒഴിച്ചുവിടാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ യമദേവൻ കുടികൊള്ളുന്ന ആ തെക്ക് ദിക്കിലെ ജനലിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ തെക്ക് ദിക്കിൽ ഒന്നിലധികമോ ജനൽ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ജനൽ ഒരു കാരണവശാലും മാറാല പിടിച്ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ വരുന്ന സമയത്ത് ഒന്ന് ആ ജനലിലേക്ക് നോക്കുക. ആ ജനലിൽ ചിലന്തിവല അല്ലെങ്കിൽ മാറാല പിടിച്ചിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് സർവനാശത്തിന്റെ ലക്ഷണമാണ്. അതിന്റെ ദുഃഖങ്ങളാണ് ഈ അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നേരം ശരിയല്ലാതെ വരുമ്പോഴാണ് അത്തരത്തിൽ മാറാല പിടിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമതായിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു ജനൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് പൊടി പിടിച്ചിരിക്കുകയാണ്, മാറാല പിടിച്ചിരിക്കുകയാണ്, ചിലന്തിവല പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തുടച്ച് വൃത്തിയാക്കി വെക്കുക. അത് നിങ്ങൾക്ക് നല്ലതേ കൊണ്ടുവരുള്ളൂ. അതേസമയം അത് മാറാല പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദോഷമായിട്ട് വരും. ഒരു ജനലോ ഒന്നിലധികം ജനലോ മുകളിലത്തെ നിലയിൽ ജനലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു കാര്യം ബാധകമാണ്. വീടിന്റെ തെക്ക് ഭാഗത്തെ ജനൽ ഒരിക്കലും മാറാലയുടെ സാന്നിധ്യത്തോടു കൂടി ഇരിക്കാൻ പാടുള്ളതല്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലും സന്ധ്യ കഴിഞ്ഞ് ആ ഒരു സമയത്ത് ഈ ജനൽ തുറന്നിടുന്നത് അത്ര ശുഭകരമല്ല എന്നുള്ളതാണ്. സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജനൽ അടയ്ക്കുക. സന്ധ്യയ്ക്ക് ശേഷമുള്ള സമയം ഈ തെക്ക് വശത്തെ ജനൽ കഴിയുന്നതും അടച്ചിടുക. പകൽ സമയം നിങ്ങൾ എത്ര വേണമെങ്കിലും തുറന്നിട്ടുകൊള്ളൂ, തുറന്നിടുന്നത് ഏറ്റവും നല്ലതാണ്. തുറന്നിടുക തന്നെ ചെയ്യണം, ഒരിക്കലും മൂടിക്കെട്ടി വെക്കരുത്. തെക്കേ ജനൽ ഉണ്ടെങ്കിൽ പകൽ സമയത്ത് തുറന്നിട്ടുകൊള്ളൂ, പറ്റുന്ന ദിവസങ്ങളിലൊക്കെ തുറന്നിട്ടുള്ളൂ. പക്ഷേ സന്ധ്യയ്ക്ക് ശേഷം ഈ ജനൽ തുറന്നിടുന്നത് അത്ര ശുഭകരമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. മറ്റു ജനലുകൾ തുറന്നോളൂ, വേണ്ടെന്നല്ല, ചൂട് കാലമൊക്കെയാണ്, മനസ്സിലാകും, തുറന്നിടുന്നത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ രാത്രിയിൽ കഴിയുന്നതും ഈ തെക്ക് വശത്തെ ജനൽ അടച്ചിടുന്നതാണ്, സന്ധ്യ കഴിഞ്ഞാൽ അടയ്ക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കർട്ടൻ ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ എല്ലാവരും വീടുകളിൽ കർട്ടൻ ഇടാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. ഈ ഒരു ജനലിൽ നിങ്ങൾക്ക് കർട്ടൻ ഇടാം. പക്ഷേ കർട്ടൻ ഇടുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ആ കർട്ടൻ പൂർണ്ണമായിട്ട് മൂടി കെട്ടി വെക്കുന്ന രീതിയിൽ കർട്ടൻ ഇടരുത്. തുറന്നു വെക്കത്തക്ക രീതിയിൽ, ചിലരുണ്ട് കർട്ടൻ അടിച്ച് ജനൽ അങ്ങ് മൂടും, പിന്നെ അത് തുറക്കാത്ത രീതിയിലോ അതിൽ നിന്ന് വെളിച്ചം കയറാത്ത രീതിയിലോ മൂടും. അങ്ങനെ ചെയ്യരുത്. എപ്പോഴും നമുക്ക് മാറ്റി ജനൽ തുറന്നിട്ട് വായു കയറത്തക്ക രീതിയിലുള്ള കർട്ടൻ സംവിധാനം വേണം ഈ ഒരു ജനലിൽ ചെയ്യാനെന്ന് പറയുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ദോഷമായിട്ട് വരുന്നതായിരിക്കും. എപ്പോഴും ഈ ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന 2 കാര്യങ്ങൾ ഈ ജനലിലൂടെ കാണാൻ പാടില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? മറ്റു വീടുകളിലെ അല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ വീട്ടിലോ പുരയിടത്തിലോ ഞാൻ ഈ പറയുന്ന 2 കാര്യങ്ങൾ കാണാൻ പാടില്ല. ഒന്ന്, ഈ തെക്കേ ജനലിലൂടെ, വീടിനകത്ത് നിന്ന് തെക്കേ ജനലിലൂടെ പുറത്തു നോക്കുന്ന സമയത്ത് വിറക് കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ പാടില്ല. അത് ദോഷമാണ്. വീട്ടിലുള്ളവർക്ക് വലിയ രീതിയിലുള്ള ദുഃഖ ദുരിത ദോഷങ്ങൾ വന്നു ചേരാൻ ഇടയാകുന്നതാണ്. അപ്പൊ ഒരിക്കലും അകത്ത് നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് വിറക് കൂട്ടിക്കിടക്കുന്നത് കാണരുത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് അഗ്നി കാണാൻ ഇടയാകരുത് എന്നുള്ളതാണ്. തൂത്തുകൂട്ടി തീയിടുക അല്ലെങ്കിൽ അടുപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഈ ഒരു ജനലിന്റെ ഭാഗത്ത് കൊണ്ടുപോയി വെക്കുക. അത്തരത്തിൽ ആ ജനൽ വഴി പുറത്തേക്ക് നോക്കുന്ന സമയത്ത്, തെക്കേ ജനൽ വഴി പുറത്തേക്ക് നോക്കുമ്പം അഗ്നി കാണാൻ പാടില്ല. അതും ദോഷമായിട്ടുള്ള കാര്യമാണ്. ആ ഒരു കാര്യം കൂടെ എല്ലാവരും മനസ്സിലാക്കുക. അപ്പൊ 2 കാര്യങ്ങൾ, ഒന്ന് വിറക് കൂട്ടിയിട്ടിരിക്കുന്നത്, 2 അഗ്നി വരിക എന്ന് പറയുന്നത്. മറ്റൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും ഈ ജനലിന് കുറുകെ കലണ്ടർ ഇടരുത്.
പല വീട്ടമ്മമാരും ചെയ്യുന്ന ഒരു തെറ്റാണ് കലണ്ടർ ഇടാൻ സ്ഥലം ലാഭിക്കാൻ വേണ്ടി ജനലിൽ പോയി ഒരു ആണി അടിച്ച് കലണ്ടർ തൂക്കുക എന്ന് പറയുന്നത്. ഈ ജനലിനകത്ത് കർട്ടൻ ഇടുന്നതിനൊഴികെ വേറെ ഒന്നിനും ആണി അടിക്കാൻ നിൽക്കേണ്ട. ആ കർട്ടൻ ഇടുന്ന ആ ഒരു ഭാഗം മാത്രം വെക്കുക. അല്ലാതെ കലണ്ടറോ ജനലിന് കുറുകെ കവറുകൾ തൂക്കിയിടുന്നോ, ചിലർ കവറുകളൊക്കെ കൊണ്ടുപോയി ആണി അടിച്ച് തൂക്കിയിടുന്നത് ഒന്നും ചെയ്യരുത്. ഇതെല്ലാം നമുക്ക് വാസ്തുദോഷം കൊണ്ടുവരുന്നതാണ്. ആണി അടിച്ച് കവറുകൾ തൂക്കിയിടുന്നത്, തുണികൾ തൂക്കിയിടുന്നത്, അല്ലെങ്കിൽ ഈ കലണ്ടർ പോലെയുള്ള കാര്യങ്ങൾ വെക്കുന്നത്, ഇതൊന്നും തന്നെ ചെയ്യരുത്. ദോഷമായിട്ടുള്ള കാര്യമാണ്. എപ്പോഴും ഈ ഒരു ജനലിലൂടെ പുറത്തോട്ട് നോക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കാണുന്നത് ഏറ്റവും നല്ലതാണ്. അതായത് ഒരു ചെന്തങ്ങ് നട്ട് വളർത്തുന്നത്. ഈ ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ചെന്തങ്ങ് നിൽക്കുകയാണ്. സാധാ തെങ്ങല്ല, ചെന്തങ്ങ് എന്ന് പറയുന്നത്. ചെന്തങ്ങ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്, ഐശ്വര്യമാണ്. ഒരു ചെന്തങ്ങ് വളർത്താനായിട്ട് മറന്നു പോകരുത് ആ ഒരു ഭാഗത്ത്. ഈ ജനലിൽ നോക്കുമ്പോൾ ചെന്തങ്ങ് കാണുന്നത് സർവ്വ ഐശ്വര്യം പ്രദാനം ചെയ്യും. ഷാമി പ്ലാന്റ് എന്ന് പറയുന്ന ഒരു വാസ്തു ചെടിയുണ്ട്, തെക്ക് വശം വളർത്തേണ്ടതാണ്. അത് വളർത്തിയിട്ട് അത് ഈ ജനലിലൂടെ കാണുന്നതും ഏറ്റവും നല്ല ഐശ്വര്യമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ തുണി എടുത്ത് കിഴി കെട്ടി കുറച്ച് കല്ലുപ്പ്, വറ്റൽമുളക്, മഞ്ഞള്, ഇതെല്ലാം കൂടെ, അതായത് കഷ്ണം മഞ്ഞള്, വറ്റൽമുളക്, കല്ലുപ്പ്, ഇത് മൂന്നും കൂടെ ഒരു കിഴി കെട്ടി, ഒരു വെള്ള തുണിയിലോ മറ്റോ കിഴി കെട്ടി ഈ ജനലിന്റെ സമീപം വെക്കുന്നതോ, അല്ലെങ്കിൽ ഈ ജനലിന്റെ കർട്ടന് നമ്മൾ ആണിയടിക്കില്ലേ അവിടെ ചേർത്ത് കെട്ടി വെക്കുന്നതോ ഏറ്റവും നല്ലതാണ്. നമ്മുടെ വീടിനെ ബാധിക്കുന്ന ഒരുമാതിരിപ്പെട്ട ദോഷങ്ങളൊക്കെ ഒഴിവാകാൻ ഇത് ഏറ്റവും സഹായിക്കുന്നതായിരിക്കും.